കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശികളിൽ ഒരാളുടെ മൃതദേഹം സംസ്കരിച്ചു. പ്രമാടം വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരുടെ മൃതദേഹമാണ് ഇന്ന് സംസ്കരിച്ചത്. മരിച്ച മറ്റ് 4 പേരുടെ സംസ്കാരം നാളെയും മറ്റന്നാളുമായി നടക്കും. തീപിടുത്തത്തിൽ പത്തനംതിട്ടയ്ക്ക് 5 പേരുടെ ജീവനാണ് നഷ്ടമായത്. പുഷ്പഗിരി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച ആലപ്പുഴ പാണ്ടനാട് സ്വദേശി മാത്യു തോമസിന്റെ മൃതദേഹം തിങ്കളാഴ്ച സംസ്കരിക്കും. ഉച്ചയോടുകൂടി ആ സങ്കടവണ്ടികൾ ജില്ലാ അതിർത്തിയായ ഇടിഞ്ഞില്ലത്ത് ജില്ലാ ഭരണകൂടത്തിനായി കലക്ടർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. പ്രമാടം വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായർ നിശ്ചലനായി വീട്ടുവളപ്പിലേക്ക് കടന്നപ്പോൾ തന്നെ സങ്കടം അണപൊട്ടി. കണ്ടുനിന്നവരെല്ലാം ഒരു മാത്രയെങ്കിലും കണ്ണീരണിഞ്ഞു. മകൻ ഗിരീഷ് ചിതയ്ക്ക് തീ കൊളുത്തി. അഗ്നിനാളങ്ങൾ മുരളീധരൻ നായരെ ഏറ്റുവാങ്ങി. പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരന്റെ സംസ്കാരം നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ വീട്ടിൽ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം 2 മണിക്കായിരിക്കും ചടങ്ങുകൾ. മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മന്റെ സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മേപ്രാൽ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിലാണ് നടക്കുക. അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ്, കീഴ്വഴപ്പൂർ സ്വദേശി സിബിൻ എബ്രഹാം എന്നിവരുടെ സംസ്കാരം തിങ്കളാഴ്ചയാണ്. പുഷ്പഗിരി ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ച ആലപ്പുഴ പാണ്ടനാട് സ്വദേശി മാത്യു തോമസിന്റെ മൃതദേഹം തിങ്കളാഴ്ച രാവിലെ 7:30 വീട്ടിലെത്തിക്കും. പൊതുദർശനത്തിന് ശേഷം യോദാൻപുരം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംസ്കാര ശുശ്രൂഷകൾ. അജീഷ് ജയകുമാറിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.